താങ്ക്സ്. ചായ എടുക്കൂ. പോട്ടെ. അവള് പോയടാ. വാവ്, എന്ത് നല്ല ചായ. എടാ, അവളുടെ മനസ്സുപോലെ തന്നെ. ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോവാതെ നീ അവളോട് തുറന്ന് സംസാരിക്കേ. ഇനി ഇതിനൊരു തീരുമാനമായില്ലെങ്കിലേ നീ ഭ്രാന്തനായി പോവും. പിന്നെ അവൾ എന്ത് മറുപടി പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനും കൂടി നിനക്ക് കഴിയണം. നീ പറഞ്ഞത് ശരിയാ. പക്ഷേ ഈ വീട്ടിൽ വെച്ചത് വേണ്ട. അവള് ഭയന്നിട്ടാവും നിൽക്കുക. ഫ്രീ ആയി നിന്ന് സംസാരിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തണം. അവളെ അലട്ടുന്ന ഒന്നും അവിടെ ഉണ്ടാവരുത്. അവക്ക് ഏറെ ഇഷ്ടം തോന്നുന്ന ഒരു പ്ലേസ്. അതിനെ പറ്റിയൊരു ലൊക്കേഷൻ നീ തന്നെ കണ്ടെത്ത. അമ്മുവിനെ സ്വാതി അവിടെ എത്തിച്ചേരും. യെസ്, താങ്ക് യുടാ. അമ്മേ, ഇവിടെ വന്നു നിന്നെന്താ ആലോചിക്കുന്നത്? കാഞ്ചന വന്ന സമയം കണ്ടതല്ലാതെ പിന്നെ കാണാനോ സംസാരിക്കാനോ ഒന്നിനും കഴിഞ്ഞില്ല. അത് അവളുടെ കുറ്റമല്ല, ഞാൻ റൂമിൽ തന്നെ ഇരുന്നിട്ടാ. അമ്മ ഒഴിഞ്ഞു നിൽക്കാൻ പാടില്ലെന്ന് എനിക്കും പറയാനുള്ളത്. കുറച്ച് കാര്യങ്ങളൊക്കെ നിനക്കറിയില്ലേ അമ്മു? ചേച്ചിയുടെ അമ്മയ്ക്ക് അമ്മയോടുള്ള മനോഭാവമൊക്കെ ചന്ദ്രകാന്തത്തിലുണ്ടായിരുന്നപ്പോ ഞാൻ മനസ്സിലാക്കിയതാ. അമ്മ അത് കാര്യമാക്കരുത്. സഞ്ജുവിന്റെ മുന്നിൽ വെച്ച് കാഞ്ചന ഒരു രീതി പെരുമാറും. അവനില്ലാത്തപ്പോ അവളുടെ ശരിക്കുള്ള മുഖം പുറത്തു വരും. എല്ലാം എനിക്കും അച്ഛനും അറിയാം. പക്ഷേ എന്റെ മോനോടിത് പറയാൻ പറ്റൂലല്ലോ. അമ്മയുടെ മോനെ അറിയിക്കാതെ തന്നെ അമ്മയ്ക്ക് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതാരോടും വഴക്കടിച്ചും ദേഷ്യപ്പെട്ടൊന്നുമല്ല. അല്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ? അമ്മ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടണം. ആദ്യം ചിലരൊക്കെ മുറുമുറുപ്പ് കാണിക്കും. അതൊന്നും ഗൗനിക്കരുത്. അമ്മയുടെ ഭർത്താവിന്റെ വീടായത്. നേരിട്ട് നിന്ന് അമ്മയോട് സംസാരിക്കാൻ ഇവിടെ ആർക്കും ധൈര്യം വരില്ല. എല്ലാവരും അമ്മയുടെ വാക്കിന് വില തന്നു തുടങ്ങും. നമ്മൾ സ്വയം ഒതുങ്ങി കൂടുമ്പോഴാ നമ്മുടെ സ്ഥാനത്ത് മറ്റുള്ളവർ കടന്നുകൂടി മരം പോലെ വളരുന്നത്. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, നീയും അങ്ങനെ ഒഴിഞ്ഞു മാറിയവളല്ലേ? എന്താ നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിനക്കൊരു സ്ഥാനം കിട്ടാത്തത്? നീ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ അവിടെ അവൻ മറ്റൊരു പെണ്ണിനെ കൊണ്ടുവന്ന് കാണില്ലേ? അമ്മ മോളെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല. ഭർത്താവില്ലെങ്കിൽ പെണ്ണിന്റെ ജീവിതം പലപ്പോഴും ഒഴിഞ്ഞു കൊടുക്കല മോളെ. കാഞ്ചന എങ്ങനെ പെരുമാറിയാലും എന്നെ അത് ബാധിക്കാൻ പാടില്ല. കഴിവതും മുഖാമുഖം കാണാതെ നോക്കണം. അമ്മയുടെ ചിന്ത വേറെയാ മോളെ. താലികെട്ട് ഒഴിവാക്കണം. അവനും അവളും ഒന്നിച്ച് ഒരു മുറി കഴിയുന്നതിൽ എന്താ തെറ്റ്? അമ്മ എന്താ ഈ പറയുന്നത്? ചേച്ചി ഇത് കേട്ടാ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിപ്പോവും. ഒരമ്മ പറയാൻ പാടില്ലാത്തതാ. നീ അങ്ങനെ കരുതണ്ട. അവര് വിവാഹം ചെയ്തവരാ. ഇതിനു മുൻപ് ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടോന്ന് ആർക്കറിയാം? മഹാപാപം പറയല്ലേ അമ്മ. എന്റെ ചേച്ചി പരിശുദ്ധയാ. രണ്ടാമത് താലി കെട്ടുന്നത് അവന്റെ ജീവൻ ആപത്താണെന്നറിഞ്ഞ ഒരമ്മ ഇതല്ലാതെ വേറെ എന്താ ആഗ്രഹിക്കും മോളെ? 2 ജ്യോത്സ്യന്മാർ പറഞ്ഞു അവന്റെ വിവാഹം കഴിഞ്ഞുവെന്ന്. നിനക്ക് തോന്നുന്നുണ്ടോ അത് സത്യമല്ലെന്ന്? ശാസ്ത്രികളെ കാണാൻ പോയപ്പോ എന്റെ കൂടെ നീയും ഉണ്ടായിരുന്നതല്ലേ? താലി കെട്ടിയവന്റെ റൂമിൽ കഴിയാൻ ഒരു മനസ്സ് ശ്രീകുട്ടി കാണിച്ച നീ അത് നിരുത്സാഹപ്പെടുത്തരുത്. അവര് ഭാര്യ ഭർത്താക്കന്മാരാ. നീ അവരെ തടയാൻ പോകരുത്. ദൈവകൽപ്പിതോ മോളെ ഈ നടക്കുന്നതെല്ലാം. നമുക്കൊന്നിനും കഴിയില്ല. പൊങ്ങുതടി പോലെ ഒഴുകിപ്പോകാനേ കഴിയൂ.
പ്രഭ ഹോട്ടലിലെത്തിയോ? ആ, റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയതേ ഉള്ളൂ. ഭക്ഷണം കഴിച്ചോ? ഡിന്നർ പുറത്തുനിന്നായിരുന്നു. ആ, മോളെവിടെ? ആ, അവക്കിവിടെ അനിയത്തി ഉണ്ടല്ലോ. ഇങ്ങോട്ട് വരാൻ അവൾ ഉത്സാഹം കാണിച്ചത് ആ ഒരൊറ്റ കാരണം കൊണ്ടല്ലേ? തിരിച്ച് വീട്ടിലേക്ക് പോണോന്ന് തോന്നിയാ അങ്ങ് പോയേക്കണം കേട്ടോ. ഓ, ഞാനത് ആലോചിച്ച് ചെയ്തോളാം. പ്രഭയുടെ കാര്യങ്ങൾ എന്തായി? കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് നീങ്ങുന്നു. 2 ദിവസം കഴിഞ്ഞു പോകും. എന്റെ ടെൻഷൻ അവിടുത്തെ കാര്യങ്ങൾ ഓർത്താ. അല്ല, ഇത്രയും ടെൻഷനുള്ള ആള് എന്തിനാ പോയത്? താൻ മംഗലശ്ശേരിയിലേക്ക് പോകുമെന്ന് ഞാൻ കരുതിയോ? വെറുതെ പറഞ്ഞായിട്ടാ ഞാൻ കരുതിയത്. അല്ലെങ്കിൽ എന്താ, പ്രഭ യാത്ര വേണ്ടാന്ന് വെക്കോ? വെറുതെ പറയുന്ന ശീലം കാഞ്ചനയ്ക്കില്ലാന്ന് പ്രഭയ്ക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ? നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോ കാഞ്ചനെ, ഞാൻ റിക്വസ്റ്റ് ചെയ്യുക. നമുക്കിത് ചേർന്നതല്ല. പ്രഭ മനസ്സിൽ കാണുന്നത് തന്നെയാ സത്യം. ഞാനിവിടെ വന്നത് കണക്കുകൾ തീർക്കാൻ തന്നെയാ. അതിനവസരം ഒരുക്കി തന്ന പ്രഭയോട് നന്ദിയുണ്ട്. എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. കല്യാണത്തിന് അധികപ്പറ്റായി ഇവിടെ ഒരാൾ പോലും ഉണ്ടാവില്ല. അതെന്റെ വാശിയാ. ഒടുവിലേ വാശി മാത്രമേ കാണൂ. കല്യാണം നടന്നില്ലെന്ന് തന്നെ വരും. താനത് മനസ്സിലാക്ക്. അങ്ങനെ സംഭവിച്ച അതിന്റെ കാരണക്കാരൻ നിങ്ങൾ ഒറ്റ ഒരാളാ. നിങ്ങളുടെ സ്വാർത്ഥതയാ. എനിക്കതിൽ ഒരു പങ്കും ഉണ്ടാവില്ല. വേണ്ടായിരുന്നു. ഈ യാത്ര ഒഴിവാക്കേണ്ടതായിരുന്നു. എന്താ മുത്തശ്ശ, സുഖല്ലേ? ഞാൻ ഓരോന്ന് ആലോചിച്ചു നിന്ന് പോയി മോളെ. എന്താ ഇത്ര വലിയ ആലോചന? എന്നോടും കൂടി ഒന്ന് പറ. മോൾക്കതിനൊന്നും പരിഹാരം കാണാനാവില്ല. ഞാൻ പ്രാർത്ഥിക്കാം മുത്തശ്ശ. പ്രാർത്ഥന കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നല്ല കുട്ടി. അതേ കുടുംബത്തിന്റെ ശാപമാ, വിട്ടൊഴിയാത്ത ശാപം. മുത്തശ്ശൻ എന്നോടും കൂടി പറ. വേദന ഇറക്കി വെച്ച് ആശ്വാസം കൊള്ളാൻ പറ്റുന്നതല്ല. ഞാൻ ഈ വീട്ടിൽ ആരും അല്ലാത്തത് കൊണ്ടാവും മുത്തശ്ശൻ എന്നോട് പറയാൻ മടിക്കുന്നെന്നറിയാം. ഈ വീട്ടിൽ തന്നെ പലർക്കും ഇതൊന്നും അറിയില്ല. കുറച്ചൊക്കെ അറിയാമായിരുന്നത് എനിക്കും എൻ്റെ മോൻ മുകുന്ദനുമായിരുന്നു. അവൻ പോയി. നീ വാ, ഇവിടെ ഇരിക്കേ. നിന്നോട് എന്തോ ഇതൊക്കെ പറയണമെന്ന് മനസ്സ് പറയുന്നു. ജ്യോതിഷന്മാർ ഈ കുടുംബത്തിന് പാപദോഷമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞു, ഞാനത് കേട്ടിട്ടുണ്ട്. അത് സത്യമാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപമല്ല മോളെ അത്. അത് വിധി പോലെ സംഭവിച്ചു പോയതാ. ഒരു മാറ്റക്കല്യാണത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. എൻ്റെ ഒരു പഴയ പരിചയക്കാരൻ മഹാദേവന്റെ മക്കളെയായിരുന്നു മുകുന്ദനും കവിതയും കല്യാണം കഴിക്കേണ്ടിയിരുന്നത്. കാഞ്ചനയ്ക്ക് വന്ന ആലോചന വിവാഹപ്പൊരുത്തമില്ലാതെയാണ് കവിതയിലെത്തിയത്. ചെറുപ്പകാലത്ത് മഹാദേവൻ സാമ്പത്തികമായി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. വർഷങ്ങളായി മഹാദേവനെ പറ്റി ഒരു വിവരവുമില്ലായിരുന്നു. ബാംഗ്ലൂരിലായിരുന്നെന്നാണ് ഞാനും കരുതിയത്. അവിടെയെല്ലാം നഷ്ടപ്പെട്ട് മഹാദേവൻ നാട്ടിൽ വന്നതുപോലും ഞാൻ അറിഞ്ഞില്ല. സാമ്പത്തിക സഹായം ചോദിച്ചാൽ അവൻ ഒരിക്കൽ എന്നെ കാണാൻ വന്നത്. ഇവിടെ നിന്നും കുറച്ചകലെ കണിമംഗലം തറവാട്ടിൽ കടക്കാരെ കൊണ്ട് പൊറുതുമുട്ടിയ അവൻ ജീവിച്ചത്. തറവാടിയും ആത്മാഭിമാനിയുമായിരുന്നു മഹാദേവൻ. പണം വരും പോകും, പക്ഷേ മനുഷ്യൻ തന്നെയാണ്. അവനെ സഹായിക്കുന്നതിന് പകരം കുടുംബങ്ങൾ തമ്മിൽ ഒന്നാകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു അവന്. അവനൊരു മകളും ഇരട്ട ആൺമക്കളുമായിരുന്നു. അതിലൊരാൾ ബാംഗ്ലൂരിൽ എന്തോ ചെറിയ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവനെ ഞാൻ കുട്ടിക്കാലത്ത് കണ്ടതേ ഉള്ളൂ. നാട്ടിലുള്ള പയ്യൻ കവിതയെ സ്വീകരിക്കാനും മുകുന്ദൻ മഹാദേവന്റെ മകളെ സ്വീകരിക്കാനും തീരുമാനിച്ചു. ഞങ്ങൾ വിവാഹ തീയതിയും കുറിച്ചു. വിവാഹത്തിന് ഏതാനും നാളുകൾക്ക് മുമ്പ് മുകുന്ദൻ ശ്രീദേവിയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു.
അവനൊരിഷ്ടമുണ്ടായിരുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ല. പിന്നെ മഹാദേവന്റെ കുടുംബത്തിലുണ്ടായത് കൊടിയ ദുരന്തങ്ങളായിരുന്നു. എല്ലാം ഒന്നടങ്ങി എന്ന് കരുതി മഹാദേവനെ സാമ്പത്തികമായി സഹായിക്കാൻ ഞാൻ കണിമംഗലത്തേക്ക് ചെന്നു. എന്നാൽ അവൻ എന്നെ ആട്ടിയിറക്കി വിട്ടു. മനുഷ്യൻ ആത്മാഭിമാനത്തെക്കാൾ വലുതായി എന്താ മോളെ ഉള്ളത്? 2 വർഷം കഴിയുന്നതിന് മുമ്പ് അവൻ വീടിനുള്ളിൽ ജീവനൊടുക്കി. എന്നെ ശപിച്ചുകൊണ്ടാവും അവൻ കഴുത്തിൽ കയർ മുറുക്കിയിട്ടുണ്ടാവുക. ആ ഷോക്കിൽ അവന്റെ ഭാര്യയുടെ മാനസിക നില തെറ്റി. പതുക്കെ പതുക്കെ ദുരന്തങ്ങൾ എടുത്തീ പോലെ ഈ കുടുംബത്തെയും വേട്ടയാടാൻ തുടങ്ങി. ഒരു കാർ ആക്സിഡന്റിൽ മുകുന്ദൻ കൊല്ലപ്പെട്ടു. പിന്നാലെ കവിതയെ വിവാഹം ചെയ്യാനിരുന്ന മഹാദേവന്റെ മകൻ ഗൗരീനാഥന്റെ ആത്മഹത്യയും സംഭവിച്ചു. മുകുന്ദന്റെ മരണത്തിന്റെ ഷോക്കിൽ നിന്നും ഞാൻ മോചനം നേടിയപ്പോൾ മഹാദേവന്റെ കുടുംബത്തെ അന്വേഷിച്ചു. ബാംഗ്ലൂരിലായിരുന്ന മകൻ തിരിച്ചു വന്നതും വീട്ടിൽ കയറി വന്ന മാറവാടി പെങ്ങളോട് അപമര്യാദ കെട്ടിയപ്പോൾ അതിലൊരാളെ ആക്രമിച്ച് അവൻ ജയിലിലാണെന്ന് പറഞ്ഞു. വീട് ജപ്തി ചെയ്തപ്പോൾ മകൾ മാനസിക രോഗിയായ അമ്മയുമായി എവിടേക്കോ പോയി കഴിഞ്ഞിരുന്നു. ഒരു കഥ കേട്ടതുപോലെ മോൾക്ക് തോന്നുന്നു അല്ലേ? മഹാദേവന്റെ കുടുംബത്തിന് എന്തു പറ്റിയെന്ന് ഇവിടെ ആർക്കും അറിയില്ല. ഞാൻ ആരെയും അറിയിച്ചിട്ടുമില്ല. ആ മകൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? ഇല്ല. അരുന്ധതി എന്നായിരുന്നു അവളുടെ പേര്. ഇരട്ടകളിൽ അവശേഷിക്കുന്നവനെ പറ്റിയും ഒരു വിവരവുമില്ല. അവന്റെ പേര് ഗൗതമെന്നാണ്. കവിതേച്ചിയാ. ആ, നീ എന്താ നേരത്തെ പോന്നത്? വല്ലാത്തൊരു തലവേദന അച്ഛാ. ടാബ്ലറ്റ് കഴിച്ചിട്ടും ഓഫീസിലിരിക്കാൻ പറ്റുന്നില്ല. നീ ഒരു കോഫി ഉണ്ടായിക്കൊണ്ടുവാ. ഇനി മുത്തശ്ശൻ പറഞ്ഞ ഗൗതമും കവിതേച്ചിയുടെ ഗൗതമും ചിലപ്പോൾ ഒരാൾ തന്നെയാണെങ്കിലോ? ഈ നേരത്തെ ആർക്കാ ചായ? കവിതേച്ചി തലവേദനയെന്ന് പറഞ്ഞു ഓഫീസിൽ നിന്ന് വന്നു. കടുപ്പത്തിലൊരു കോഫി ചോദിച്ചു. അമ്മുന്റെ ഫോണാ. നേരത്തെ റിങ് ചെയ്തു. എടുത്ത് സംസാരിക്കേ. ഹലോ, ലക്ഷ്മി അല്ലേ? ആരാ? ലക്ഷ്മി ആണോ അല്ലയോ, അതോ അമ്മുവോ? ആൾമാറാട്ടക്കാരി പേടിച്ചോയോ? ഞാൻ സഞ്ജുവാ, പേടിക്കണ്ട. അദ്ദേഹം എന്റെ ഈ നമ്പർ ലക്ഷ്മിക്ക് അറിയില്ലെന്ന് മനസ്സിലായി. എന്താ വിളിച്ചത്? നിനക്കെന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? എന്നാ പറഞ്ഞു, ഞാൻ കേൾക്കാൻ റെഡിയാ. അയ്യോ, ഞാനിപ്പോ കിച്ചണിലാ. ആ, കോഫി തിളച്ചു, അതൊന്ന് നോക്കിക്കാമോ? ആ, അത് നേരിൽ പറയേണ്ട കാര്യോ? അങ്ങനെ പറയാനായിട്ട് എന്താ ഉള്ളത്? അവിടെ നിന്ന് പോകുന്ന കാര്യമാണോ?
അതൊന്നും അല്ല. ഞാൻ നേരി കാണുമ്പോ പറഞ്ഞാ പോരെ? അല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇന്ന് ഞാൻ ഫ്രീ അല്ല. നാളെ ഒരു 10 മണിയോടെ ഫ്രീ ആവാം. നീ ക്ഷേത്രത്തിലേക്കെന്നും പറഞ്ഞിറങ്ങ. അന്ന് പോയ ഐസ്ക്രീം പാർലറിൽ വെച്ച് സംസാരിക്കാം. ആ ശരി, ഞാൻ വരാം. എന്താ അവൾക്ക് ഫോണിൽ കൂടെ പറയാൻ പറ്റാത്ത കാര്യം? സ്വന്തം കാര്യമല്ല എന്നുള്ളത് ഉറപ്പാ. ചേച്ചി, ഒരു കപ്പ് കോഫി ചോദിച്ചാൽ കൊണ്ടുവരാൻ നിനക്ക് എന്താടി ഇത്ര താമസം? കോഫി ഉണ്ടാക്കുന്ന സമയം എടുത്തുള്ളൂ. നിക്കടി അവിടെ. നീ എന്ന് മുതല അച്ഛന്റെ അടുത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയത്? ഞങ്ങൾ മക്കൾ പോലും അച്ഛന്റെ ഒപ്പം ഇരിക്കാറില്ല. അടുക്കളക്കാരിയായ നീ അച്ഛന്റെ കൂടെ ഇരിക്കുന്നു. ഇനി ഞാൻ ഇതുപോലെ കണ്ടാൽ നിന്റെ ചെകിടടിച്ച് പൊളിക്കും ഞാൻ. അഹങ്കാരി, ഉപ്പ് ചേർത്ത കോഫിയാണോടി കൊണ്ട് തരുന്നത്? നിന്നെ എന്നോട് ഈ ധിക്കാരം കാണിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? അതിന് മാത്രം നീ വളർന്നോ? പറയാനല്ലേ പറഞ്ഞു? ഇവള് ചെയ്ത എന്താ നിനക്കറിയോ? ഞാനൊരു കപ്പ് കോഫി ചോദിച്ചപ്പോ പഞ്ചസാരക്ക് പകരം ഇവള് ഉപ്പ് കലർത്തിയ കൊണ്ടതേ. ഈശ്വര, എന്തായി കാണുന്നേ? ഇളയമ്മൂന്റെ മുത്ത് കോഫി ഒഴിച്ചോ? പിന്നെ ഒഴിക്കാതെ. ഇവൾ ഇനി ഇത് ആരോട് ചെയ്യരുത്. ചൂട് കോഫിയുടെ മുഖത്തൊഴിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? പോട്ടെ ചേച്ചി, നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ? കോഫിയിൽ ഉപ്പിട്ട് കൊണ്ടുവന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ കൂടെ ഉണ്ടെന്നുള്ള അഹങ്കാരം ഇവള് കാണിച്ചത്. ഇവൾ എന്ത് കാണിച്ചാലും നീ കൂടെ ഉണ്ടല്ലോ. അമ്മു വാ വാ. സോറി അമ്മു, മനുഷ്യത്വം ഇല്ലാത്ത എന്റെ ആൾക്കാർക്ക് വേണ്ടി ചേച്ചി നിന്നോട് ക്ഷമ പറയുക. അയ്യോ ചേച്ചി എന്നോട് സോറി ഒന്നും പറയല്ലേ. അപ്പോഴത്തെ ദേഷ്യത്തിന് കവിത ചേച്ചി അങ്ങനെ ചെയ്തു പോയതാ. നല്ല തലവേദന എടുത്താ കവിത ചേച്ചി ഓഫീസിൽ നിന്ന് വന്നത്. കോഫിയിൽ ഉപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ അവിടെ കിടന്ന് ഇളയമ്മ തുള്ളുന്നത്. അങ്ങനെ വല്ല അബദ്ധവും നിനക്ക് പറ്റിയോ? ഞാൻ അറിഞ്ഞോണ്ട് അങ്ങനെ ചെയ്യൂ ചേച്ചി. പക്ഷേ അതിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പാ ഇട്ടത്. എനിക്ക് മാറിപ്പോയതാ ചേച്ചി. എങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല. നല്ല നീറ്റിലും പുകച്ചിലും ഉണ്ടല്ലേ? കവിതേച്ചിക്ക് കോഫിക്ക് ചൂട് വേണ്ടെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് കോഫിക്ക് വലിയ ചൂടില്ലായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നെങ്കിൽ ദൈവമേ, നിന്റെ ഈ മുഖം മുഴുവനും പൊള്ളിപ്പോയനെ. ഇവരൊക്കെ എന്ത് മനുഷ്യജന്മങ്ങളാ. നിനക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നുള്ള ധൈര്യത്തിലാ കവിതകളേമ്മ കൊച്ചമ്മ ചവഞ്ഞത്.